ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് മൈദ കൊണ്ടുള്ളൊരു നല്ലൊരു ബിസ്ക്കറ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മൈദയും ഇച്ചിരി നെയ്യും പഞ്ചസാര അര കപ്പ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഒരു ടിൻ നിറച്ച് നമുക്ക് ഇതുപോലെ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു മുരുമുരാന്നിരിക്കുന്ന ഒരു ബിസ്ക്കറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെറും പച്ചവെള്ളമാണ് ഒരു 1/4 കപ്പ്. 2 കപ്പ് മൈദയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം അതിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. ആദ്യമേ അതിലേക്ക് അര കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് പഞ്ചസാര. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നിലൊന്നും ഈ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കാം. ഇപ്പം അലിഞ്ഞിട്ടുണ്ട് നല്ലോണം, വെള്ളം പഞ്ചസാര നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യാണ് ഒഴിക്കുന്നത്. 1/4 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് നെയ്യ്. എന്നിട്ട് ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം. അപ്പം നെയ്യും എല്ലാം നല്ലോണം നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് സോഡാപ്പൊടി, ഒരു ശർക്കര മതി കേട്ടോ, ഒരു പിഞ്ച് സോഡാപ്പൊടി. ഇത് നല്ലോണം ഒന്ന് അടിക്കും. ഉപ്പ് സോഡാപ്പൊടി ഇട്ട ശേഷം നമുക്ക് നല്ലോണം ഇളക്കിയ ശേഷം മൈദയാണ് ഇടുന്നത്. ഈ സമയം നിങ്ങൾ ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇടാം കേട്ടോ. ഗോതമ്പ് പൊടി ഉണ്ട്. ഇപ്പം ഞാൻ മൈദ കൊണ്ടാണ് ഇടുന്നത്. 2 കപ്പ് മൈദ കേട്ടോ. 250 ml കപ്പിന്, ഇതുപോലത്തെ കപ്പിന് 2 കപ്പ്. നിങ്ങൾ ഗ്ലാസ് അളവ് എടുക്കുകയാണെങ്കിൽ ഗ്ലാസ്സിന് ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് അളവിലാണ് എടുക്കുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കും. അതെ, ഇതുപോലെ ചപ്പാത്തി മാവിനെക്കാട്ടി ഇച്ചിരിയും കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കണം കണ്ടോ. അപ്പം നമ്മളിത് മൈദ ഇടുമ്പോഴും ഗോതമ്പ് പൊടി ആണെങ്കിലും ഇച്ചിരി നമ്മൾ കുഴയ്ക്കുമ്പം വെള്ളം ഇതായി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സെപ്പറേറ്റ് ഒരു ടീസ്പൂണൊക്കെ മൈദയൊക്കെ ചേർക്കുക. ഇപ്പം ഇത് കറക്റ്റ് അളവാണ്. ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം നമ്മൾ മൈദ എടുത്ത് കുറഞ്ഞു പോയോ, ഓരോ മൈദയുടെയും ഗോതമ്പ് പൊടിയുടെയും ഇതനുസരിച്ചിരിക്കുമല്ലോ. ഇപ്പം ഇത് കണ്ടോ, കറക്റ്റ് അളവാണ്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കും. ഇത് കണ്ടോ, ഇപ്പം നല്ല സോഫ്റ്റായിട്ടാണ്. അങ്ങനെ ഒത്തിരി ഒന്നും കയ്യിലൊട്ടത്തില്ല കണ്ടോ. കറക്റ്റ് അളവിൽ നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയ്യിലൊന്നും കൊട്ടത്തില്ല. നല്ല ടേസ്റ്റായിട്ടുള്ളത് ഒരു ബിസ്ക്കറ്റ് എന്ന് പറയാം, കേക്കെന്ന് പറയാം, ഏത് വേണമെങ്കിലും നമുക്ക് വിളിക്കേണ്ടത് കേട്ടോ. ഇത് ഒരു മാസമൊക്കെ നമുക്ക് പുറത്ത് ടിന്നിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല. നല്ല സോഫ്റ്റായിട്ടിരിക്കുവാണ്. നമുക്കിനി ഇത് 1 മണിക്കൂർ നേരം ഒന്ന് മൂടി വെക്കാം. 1 മണിക്കൂർ ശേഷം നമുക്ക് ഉണ്ടാക്കാം. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ആ സമയം നമുക്ക് പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിക്കണേ. എണ്ണ ഒഴിച്ച് ചൂടായി കിടക്കട്ടെ. എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചു നല്ലോണം ഒന്ന് ചൂടായി കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് പരത്തുന്ന ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഇത് 3 ഉരുളകളായിട്ട് മാറ്റാവേ. ഇതുപോലെ 3 ഉരുളകളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഉരുള എടുത്ത് ഞാൻ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് ഇന്ന് പരത്തുന്നത്. പൊടിയൊന്നും ഇടണ്ട, നല്ലോണം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്ത് വെച്ചാൽ ഉരുള വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. തീരെ ചപ്പാത്തി പരത്തുന്നതുകൊണ്ടല്ല, കട്ടിക്കായിട്ട് പരത്തിയെടുക്കുക കുറച്ച്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് നമ്മളെ വെട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കണം. ഇത് ഇച്ചിരി കട്ടിക്ക് എടുക്കണം. പരത്തിയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇവിടെ സൈഡിലത്തെ ഒക്കെ നമുക്ക് എന്നിട്ട് ഞാനിപ്പോൾ സൈഡിലത്തെ എല്ലാം ഇതായിട്ട് എല്ലാം അതങ്ങ് മാറ്റിക്കളഞ്ഞു ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇത്രയും കനത്തിൽ ഈ കാണിക്കാവേ നിങ്ങളെ. ഇത്രയും കനത്തിൽ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് എടുത്ത് വെക്കാം. ഇപ്പം ഞാൻ ആദ്യത്തെ ഇതുപോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ തന്നെ നമുക്കെല്ലാം എടുത്തിട്ട് അപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ചൂടാകുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇടാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഉരുളകളും നമുക്കിത് ആക്കിയെടുക്കണം. ഇതുപോലെ തൊട്ടിയൊന്നും പിടിക്കത്തില്ല. നമ്മൾ അപ്പം അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ. എന്നിട്ട് ഇപ്പം നമുക്ക് എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതിടാം. എണ്ണയ്ക്കകത്തോട്ട് ഇടാം ഓരോന്നും. കണ്ടോ, ഇതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയ്ക്ക് നല്ല ഫുൾ തീയെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇടേണ്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് തീ മീഡിയത്തിലേക്ക് വെക്കണം. നമുക്കത് ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചിട്ട് കോരിയെടുക്കണം. നല്ലോണം അകം വേകണം. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാനാണ് പറയുന്നത്. കണ്ടോ, പൊങ്ങി വന്നാണ്ടോ. നമുക്ക് മറിച്ചിടാവേ. തീ തീരെ കുറച്ച് വെക്കല്ലേ, എണ്ണ പിടിക്കും. തീരെ മീഡിയത്തിൽ കൊണ്ട് വെക്കണം. ഇപ്പം ഞാൻ ആദ്യത്തെ കാണിച്ചില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി കട്ടി വേണം. തീരെ ചപ്പാത്തി പരുവാവില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഇതേപോലത്തെ ഈ വശങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ മാറ്റണം.
നമ്മൾ അടുത്ത ഉരുള വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തച്ചാൽ മതി. ഇത് പെട്ടെന്നാണ് കേട്ടോ, ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിനകത്ത് മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുവാണ്. കുട്ടി കുട്ടിയായിട്ടുള്ള വെട്ട് കേക്കില്ലേ, വെട്ട് കേക്ക് അതുണ്ടാക്കാം നമുക്ക്. മുട്ട ഇല്ലെങ്കിലും മുട്ട ഉപയോഗിക്കാത്തവർക്കൊക്കെ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് ഇതുപോലെ കട്ട് ചെയ്യുക. പഴുത്തതും ഇതുപോലെ എടുത്തത് ഈ കനമാണ്. ഇത് കണ്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. തീരെ കനക്കുറവല്ല ഈ കനത്തിൽ, കണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുത്തിടാം. അത് വെന്ത് പോരുമ്പം ഇതെടുത്തിടാം. പെട്ടെന്നാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. 2 കപ്പ് മൈദയും 1/4 കപ്പ് നെയ്യൊക്കെ ചേർത്ത് ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് ഗോതമ്പ് പൊടി കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഉണ്ടാക്കി നല്ല ഹെൽത്തിയാണ്. ഞാനിപ്പോൾ മൈദ കൊണ്ടങ്ങ് ഉണ്ടാക്കിയത്, ഗോതമ്പ് പൊടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഇത് എടുക്കുമ്പോൾ നല്ല മുരുമുരാന്നിരിക്കത്തില്ല, ഇച്ചിരി കഴിയുമ്പോഴാണ് ഇപ്പം സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ്. തീ മീഡിയത്തിൽ വെച്ച് ഇത് വേവിക്കണം. ഇത് അകം വേകേണ്ടതാണ് കേട്ടോ, ശ്രദ്ധിക്കണം അത്. നമുക്കപ്പോൾ അടുത്തതും ഇതുപോലെ ഇടാം. രണ്ടാമത്തതും ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നാണ്. ഞാൻ മൂന്നാമത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുവാണ്. പെട്ടെന്ന് നമുക്ക് എടുത്തിടാൻ തക്ക വിധത്തിൽ ഉണ്ടോ. തീ ഞാൻ മീഡിയത്തിൽ വെച്ചിട്ട് പയ്യെ അതിനകം വേഗത്തക്ക വിധത്തിൽ ഉണ്ടാക്കുവാണ്. കണ്ടോ, ആദ്യത്തെ റൗണ്ട് എടുത്തതാണിത്. ഉണ്ടോ, ആറിയപ്പം കണ്ടോ നല്ല മുരാങ്ങായി കേട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ മേലെ. മൂന്നാമത്തെ ട്രിപ്പാണ് ഇടുന്നത് കണ്ടോ. ഇഷ്ടമാണ് ഇത് പൊങ്ങി വരും കണ്ടോ, നല്ല ബോള് പോലെ. തീ കുറച്ച് ഞാൻ തീരെ കുറച്ചല്ല, മീഡിയത്തിൽ വെച്ച് ഇങ്ങനെ മറിച്ചും തിരിച്ചു വിട്ട് ഇതെടുക്കണം, വറുത്ത് കോരി എടുക്കണം. നമ്മളെ മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 2 കപ്പ് മൈദ കൊണ്ട് 2.5 ബിസ്ക്കറ്റ് ചെറുതുകൊണ്ട്. ലാസ്റ്റത്തെയാണ് ഈ ചെറുത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ പരത്തി ഇതാകുമ്പോഴത്തേക്ക് ചെറുതാകത്തില്ല. ഇത് കണ്ടോ, പൊട്ടിച്ച് കാണിക്കുന്നു കേട്ടോ. നല്ല മുട്ട കണ്ടോ, ഓക്കെ. അകമെല്ലാം നല്ല വെന്ത് നല്ല മുരുമുരാന്ന് കണ്ടോ. നമ്മുടെ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ അങ്ങനെ നല്ല മുരുമുരാന്ന് കിട്ടും ഇതുപോലെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.